പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന് തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം യാക്കോബായ സഭയുടെ സത്യവിശ്വാസത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ എവിടെ സുവിശേഷവും കൺവെൻഷൻ, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റുകൾ, അതുപോലെ തന്നെ വനിതാ സമാജത്തിൻ്റെയും മറ്റ് യൂത്തിൻ്റെ മീറ്റിങ്ങുകളിൽ എവിടെ നോക്കിയാലും നമ്മൾ സുവിശേഷ പ്രസംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ മിക്കവാറും തന്നെ പ്രസംഗിക്കപ്പെടുന്നത് പാശ്ചാത്യ സുവിശേഷമാണ്. ബൈബിൾ ഓൺലിയാണ്. ബൈബിൾ ഓൺലി എന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതല്ല. ഈ പുസ്തകത്തിൽ സുറിയാനി സഭയുടെ ചരിത്രവും വിശ്വാസ സത്യങ്ങളും എന്ന പുസ്തകത്തിൽ കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ 728 പേജിൽ നല്ല വൃത്തിയായിട്ട് മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ പേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് വായിക്കുക. ഇതെല്ലാവരുടെയും കയ്യിലുള്ള ബുക്കായിരിക്കും. MD ബുക്ക് സ്റ്റാളിൽ ഈ ബുക്കും കിട്ടും, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ വചനം അവിടുന്ന് ഇവിടുന്നും പറക്കി പ്രസംഗിച്ച് ആളുകളെ വഞ്ചിക്കുന്ന കിട്ടും, അത് പോവും, ഇതാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ഒക്കെ പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. ഇവിടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ജീവൻ്റെ വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദപുസ്തകം ക്രിസ്തീയ ജീവനെയും സ്വഭാവത്തെയും അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പലരും എടുത്ത് പ്രയോഗിച്ചതാണ് ക്രൈസ്തവ സഭാലോകത്തിൽ അനേകതരം ക്രിസ്തീയ സഭകൾ ഉളവാകുവാൻ കാരണം. ഭയത്തോടും വിറയലോടും കൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം സ്വകാര്യ സാധ്യത്തിനായി എടുത്തു പ്രയോഗിക്കുന്നത് ദൈവികമോ പരിശുദ്ധ ആത്മ പ്രേരിതമോ ആയിരിക്കില്ല. ബൈബിൾ ആൻഡ് ബൈബിൾ ഓൺലി. ഓൾ സഫിഷ്യൻ, നോ ട്രഡീഷൻ, നോ അതർ അതോറിറ്റി മീനിങ് എവിഡൻറ്റ്. ഇതാണ് ചിലരുടെ ചിന്താഗതി, വാദഗതി. നിഷ്പക്ഷമായി വേദാടിസ്ഥാനത്തിൽ ഈ വാദഗതി പരിശോധിക്കാം. വേദപുസ്തകം പരിപൂർണവും അല്ലാതെ മറ്റൊന്നും പാടില്ലാത്തതുമാകുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, യേശു പ്രവർത്തിച്ചതായി മറ്റ് പല കാര്യങ്ങളുമുണ്ട്, അനേകായിരം കാര്യങ്ങൾ രേഖപ്പെടുത്താത്തതുണ്ട്. അപ്പം ഇതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അപൂർണമാണ്. സഭയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത്. ഇവിടെ 735 പേജിൽ വേറൊരു കാര്യം എഴുതി വെച്ചേക്കണം, വായിക്കുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതാണ്, നിങ്ങൾ മേടിച്ച് വായിക്കുക. ഇത് ശ്രേഷ്ഠ പുരോഹിതരും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും ഇത് വെച്ച് താമസിപ്പിച്ചാൽ ആളുകൾ മറ്റ് ഇതര കൾട്ടുകളിലേക്ക് പോകാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ, യാക്കോബ സഭയുടെ ആളുകൾ പോകുന്നുണ്ട്. അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ ദശാംശമെല്ലാം അവിടെ ഊറ്റുന്നുണ്ട്. കരിസ്മാറ്റിക് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. MI പോലത്തുള്ള, എംബറിമാൻ പോലത്തുള്ള പല സംഘടനകളും ലക്ഷക്കണക്കിന് രൂപയാണ് സുറിയാനി സഭയുടെ മക്കളുടെ ഊറ്റുന്നത്. ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് പരിപാടി നടത്തിയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ എഴുതി വച്ചേക്കുകയാണ്, ട്രഡീഷൻ ഈസ് ദ കണ്ടിന്യൂയിങ് സ്ട്രീം ഓഫ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. വിശുദ്ധ പോളികാർപ്പിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ശ്ലീഹന്മാരിൽ നിന്ന് പഠിച്ചത് അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചു. സത്യം അവ മാത്രമാകുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെ സഭ പാരമ്പര്യമായി പഠിപ്പിച്ചു വരുന്നു എന്ന് വിശുദ്ധ ഐറേനിയോസ് പറയുന്നു. അത് താഴേട്ട് ഇങ്ങനെ 1ഉം 2ഉം നൂറ്റാണ്ടുകളിലെ സഭയുടെ ആരംഭകാലത്തെ വിശ്വാസങ്ങൾ ശ്ലൈഹിക പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ദ ബൈബിൾ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഹോളി ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. 2 തെസ്സലോനിക്ക 2:15 എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ബുക്ക് നിങ്ങൾ മേടിച്ച് വായിക്കുക. കണിയാമ്പറമ്പിലച്ഛൻ്റെ ബുക്കാണ്. കണിയാമ്പറമ്പിലച്ഛനെ നിങ്ങൾ എന്തായാലും തള്ളുകയില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് മേടിച്ച് വായിക്കുക. ഇതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വചനപ്പുലരി ഇതുപോലത്തെ സാധനങ്ങൾ ഇടുന്നവർ ഈ ബുക്കൊന്ന് മേടിച്ച് വായിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് മാണിരാജച്ചൻ്റെ വിശുദ്ധ കുർബാനയുടെ രാജ്ഞി എന്നുള്ളതാണ്. സഭയുടെ കൂദാശകളും പെരുന്നാളുകളും കൃത്യമായി സഭാ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സത്യവിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കാണ് ഇവിടെ ആമുഖത്തിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ രാജ്ഞി എന്നുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പേജും ഇവിടെ വയ്ക്കാം.
നിങ്ങൾ ശ്രദ്ധിക്കുക, പേജ് നോക്കുക, ഉണ്ടോ എന്നുള്ളത് നോക്കുക. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുക എന്നത് സഭാ മക്കളുടെ ദൗത്യമാണ്, നമ്മുടെ ദൗത്യമാണ്. വേറെ ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളും ആരാധനകളും അവയുടെ അന്തരാർത്ഥങ്ങളും മായമില്ലാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. അത് സഭയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. സഭയിലെ പുരോഹിതനാണ് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് കൽപ്പനകൾ അയക്കേണ്ടതും അതിനുവേണ്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും. അപ്പോൾ അതിന് താഴെ എഴുതിയാണ്, സഭയുടെ ആത്മീക സമ്പത്ത് സഭാപിതാക്കന്മാരാൽ ക്രമീകരിക്കപ്പെട്ട കൂദാശകളിലൂടെയും ആരാധനാക്രമങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമാണ് സംവേദിക്കപ്പെടുന്നത്. അപ്പോസ്തോലിക കാലം മുതൽ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പം അതുപോലെയാണ് കൂദാശകൾ, സഭയുടെ എല്ലാ കൂദാശകളും, സഭയുടെ പെരുന്നാളുകൾ, ഓരോ പെരുന്നാളുകൾ, ഇപ്പോൾ പെന്തിക്കോസ്ത് വരാൻ പോവുകയാണ്, എല്ലാ പെരുന്നാളുകളും കൃത്യമായിട്ട് സഭ അതിനെ ക്രമീകരിച്ച് അടുത്ത തലമുറയെ പഠിപ്പിക്കാനായിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പ്രമാണങ്ങളും ലിറ്റർജിയും വിശുദ്ധ ഗ്രന്ഥവും ഒരുമിച്ച് ചേർത്ത് പ്രസംഗിക്കുമ്പോൾ മാത്രമാണ്, അത് പഠിക്കുമ്പോൾ മാത്രമാണ്, അത് അടുത്ത തലമുറയെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് സത്യവിശ്വാസമാകുന്നത്. ബൈബിൾ ഓൺലി തെറ്റാണെന്ന് ഈ രണ്ട് ബുക്കല്ല, മിക്കവാറും സഭയുടെ എല്ലാ പുസ്തകങ്ങളിലും ഇത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. രാവിലെ വചനപ്പുലരിയും അതുപോലെ തന്നെ ആ മന്നയും ഈ മന്നയും ഇടുന്നവരെല്ലാം ഇതൊക്കെ ഒന്ന് മേടിച്ച് വായിക്കുക, അടുത്ത തലമുറയെ സത്യവിശ്വാസം പഠിപ്പിക്കുക. ഇതാരെയും പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം പൗരസ്ത്യ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹാധിഷ്ഠിതമാണ്, അത് തൃത്വ കുടുംബമാണ്. ആ തൃത്വവിശ്വാസത്തിലെ അടിസ്ഥാന പിതാക്കന്മാർ 3 പൊതു സുന്നകദോസുകളിലൂടെ ഉറപ്പിച്ചു തന്ന വിശ്വാസമാണ്. അത് അടുത്ത തലമുറയെ നമ്മൾ പഠിപ്പിക്കണം. തുബ്ദേനിലെല്ലാം നമ്മൾ പിതാക്കന്മാർ വായിക്കുമ്പോൾ ആ പിതാക്കന്മാർ എടുത്ത ത്യാഗത്തെ നമ്മൾ ഓർക്കണം. അത് ഇന്നും ഇത്രയും കാലങ്ങളായിട്ടും അത് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അതാണ് കൊടുക്കേണ്ടത്. നമ്മൾ പാടുന്ന പാട്ടുകളും കരിസ്മാറ്റിക് തുള്ളലുകളും സഭയുടെ സത്യവിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ തലപ്പത്ത് എത്ര വലിയ ആളുകൾ ഇരുന്നാലും ഇത് പിതാക്കന്മാർ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇത് ഒരുപാട് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 പിതാക്കന്മാർ വായിച്ചു. അതെങ്ങനെയാണ് സത്യവിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, ഈ പള്ളിയിൽ അടുത്ത ദിവസം നടന്നൊരു പരിപാടിയുടെ സംഭവം നോക്ക്. ഇത് സത്യവിശ്വാസമാണോ? നിങ്ങൾ ചിന്തിക്കുക. ഇത് ചിന്തിച്ചിട്ട് നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. തിരുമേനിമാരെയും ശ്രേഷ്ഠ ബാവ തിരുമേനിയും എല്ലാം ഇത് അറിയിക്കണം. ഇത് നമ്മുടെ ദൗത്യമാണ്. അതുപോലെ തന്നെ സഭയുടെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി വരുമ്പോൾ ക്രമീകരിക്കണം, കൂടുതൽ ലിറ്റർജിയിൽ എല്ലാ കാര്യത്തിലും വേണ്ട ക്രമീകരണം ഇതെല്ലാം സഭാ പിതാക്കന്മാർക്ക് തിരുമേനിമാർക്കാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ അത് നല്ലൊരു ആളുകൾ വെച്ച് അത് ചെയ്യണം. സഭയിൽ വേണ്ടാത്ത പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ, സഭയുടെ സത്യവിശ്വാസമായിട്ട് യോജിക്കാത്ത പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല, പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഞങ്ങളല്ല ചെയ്യേണ്ടത്. അത് അറിവുള്ള തിരുമേനിമാരാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാവരും വളരെ അറിവുള്ളവരാണ്. ഈ അടുത്ത ദിവസം ഒരു തിരുമേനിയുടെ പുസ്തകം സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് കേട്ടില്ല? എത്ര മനോഹരമായിട്ടാണ് കൊച്ചു തീമോഥെയോസ് തിരുമേനി അവിടെ സുറിയാനി ഭാഷ ക്ലാസ് എടുക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ്. അപ്പോൾ അതുപോലെ സഭയിൽ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ്, അത് അടുത്ത തലമുറയ്ക്ക് കൈമാറപ്പെടുമ്പോഴാണ് അത് വളരെ നല്ലതായിത്തീരുന്നത്. ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് കൂടുതലും നമ്മൾ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല. ബൈബിൾ ഓൺലി തെറ്റാണെന്ന് അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഇത്തരത്തിൽ അവിടുന്ന് ഇവിടുന്ന് വചനം പറക്കി കാണാതെ പറയുന്നത് പെന്തിക്കോസ്ത് കരിസ്മാറ്റിക് രീതിയാണ്. അത് പാശ്ചാത്യ സുവിശേഷമാണ്. പൗരസ്ത്യ സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇതെന്താണ് അടുത്ത തലമുറയെ പഠിപ്പിക്കുന്നത്, എന്ത് സംഭവമാണ്, എന്ത് തേങ്ങയാണെന്ന് മനസ്സിലായില്ല. ഇതെന്നാ കോപ്രായാണ്. നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ പരിപാടികൾ നടത്തുകയോ ആസ്വദിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഈ പെന്തിക്കോസ്തുകാരുടെ പാട്ട് പാടി ഇങ്ങനത്തെ ഡാൻസും തുള്ളലും നടത്തേണ്ട സംഭവം പള്ളിക്കകത്ത് നടത്തേണ്ട കാര്യമില്ല. അത് പുറത്ത് വേണമെങ്കിൽ നടത്താൻ ഒരു കുഴപ്പമില്ല. അവിടെ ഹാളുണ്ടല്ലോ, ഹാളിൽ വല്ലതും നടത്തി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സഭയുടെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടതാണോ, അത് സത്യവിശ്വാസമാണോ എന്ന് നമ്മൾ നോക്കണം.
കാരണം ഈ പാവപ്പെട്ട പിതാക്കന്മാർ രക്തം ചീന്തിയും നാട് കടത്തപ്പെട്ടും വളരെ യാത്ര ചെയ്തും ത്യാഗം സഹിച്ചും കൈമാറുന്ന വിശ്വാസമാണ്. അത് കെടാതെ നമ്മൾ സൂക്ഷിക്കുമെന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അന്ത്യോക്യ മലങ്കര ബന്ധമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ സത്യവിശ്വാസം സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. താങ്ക് യു. നമുക്ക് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ.